അതിന് ആ തിയേറ്ററിൽ കണ്ടതിൻ്റെ ആ ഫീല് മനസ്സിൽ നിന്ന് മാറുന്നില്ല. നമ്മൾ ബെന്യാമിൻ്റെ നോവൽ വായിച്ചിട്ടുണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത്, അത് ബ്ലെസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത് ഭയങ്കര ഇമോഷണലാണ്. നമുക്ക് ചില സീനിലൊക്കെ തിയേറ്ററിൽ നമ്മൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് കൈയടിക്കുന്ന ചില സിറ്റുവേഷനുകളാണ് തിയേറ്ററിൽ നമ്മൾ മൊത്തം വരുന്ന ആൾക്കാരുടെ ഒപ്പം കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആണ് ചില സീനുകളൊക്കെ. നമുക്ക് ഈ നജീബിൻ്റെ ചില വിഷ്വൽസും ചില നാട്ടിലെ ഓർമ്മകളും ഒക്കെ വന്നിട്ട് ആരും മരുഭൂമിയിലില്ലാതെ പൊട്ടിക്കരയുന്ന നബീലിൻ്റെ അടുത്തേക്ക് അയാളെ ആശ്വസിപ്പിക്കാൻ ഓടി വരുന്ന ഒരു ആട്ടിൻകുട്ടിയുടെ ഒരു വേദനയെ പോലെ നമ്മൾ അയാളുടെ ഒപ്പം നിന്ന് ഈ സിനിമ കാണുന്നത് വലിയൊരു അനുഭവം തന്നെയാണ്. നമ്മൾ എന്താ പറയണമെന്നറിയാൻ പാടില്ല. നമ്മൾ അതിലങ്ങ് മുഴുകി അങ്ങാടെ ഒരു വല്ലാത്തൊരു ഫീലിൽ ഇരുന്ന് പോകുക. കണ്ണ് നിറയല്ല, നമ്മളങ്ങാടെ ഒരു വല്ലാത്ത പേടി, എന്തോ ഒരു മരവിച്ചങ്ങ് ഇരുന്ന് പോകും. അതങ്ങ് കണ്ടിട്ട് ഭയങ്കര ഫീലായിട്ട്. എനിക്ക് വേറെ പറയാനറിയാൻ പാടില്ല. തിയേറ്റർ എന്താ പറയുക, എക്സ്പെരിമെൻ്റ് ഫിലിമാണ്, ഒന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിലോട്ട്, അതിൽ കേരളത്തിലോട്ട് കൊണ്ടുവന്ന ഫസ്റ്റ് ഓസ്കാർ പൃഥ്വിരാജ്. ഓസം പെർഫോമൻസ്, മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റില്ല, എക്സ്പെരിമെൻ്റലാണ്. ഓരോ സീനും ഭയങ്കര ഇമോഷണൽ കണക്റ്റാണ്. നജീബക്ക സമ്മതിച്ച് നിങ്ങളുടെ ലൈഫ് സ്ക്രീനിൽ കണ്ടപ്പം അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി. തിയേറ്ററിൽ തന്നെ വന്ന് വാച്ച് ചെയ്യേണ്ടതാണ്. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ അതാ പറഞ്ഞത്, മലയാളത്തിലോട്ട് വരാൻ പോകുന്ന ഓസ്കാർ, അത് അതിൽ കൂടുതൽ വേറെ വാക്കുകളില്ല. ഉറപ്പായിട്ടും ഏത് ജോണറിലുള്ള പ്രേക്ഷകനായിക്കോട്ടെ കണ്ണ് നിറഞ്ഞിരിക്കും. കാരണം അതുപോലുള്ള മേക്കിംഗ് ആണ്. മേക്കിംഗ് മാത്രമല്ല, പൃഥ്വിരാജിൻ്റെ ഹാർഡ് വർക്കിന് എത്ര കൈയടി കൊടുത്താലും മതിയാവില്ല. ട്രാൻസ്ഫോർമേഷനൊക്കെ കാണുമ്പോഴല്ലോ ഇല്ല, എനിക്ക് മലയാളത്തിൽ ഈ പൃഥ്വിരാജില്ലാതെ വേറൊരു നടനെ കൊണ്ട് പറ്റത്തില്ല. ഇപ്പോൾ സൽമാൻ ഖാനൊക്കെ ചില പടത്തിൽ ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇന്ത്യയിലൊരു നടനെയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഇതുപോലെ, കാരണം സിനിമയ്ക്ക് വേണ്ടി ജനിച്ച നടൻ പൃഥ്വിരാജ്, അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്, ഒട്ടും മിസ് ചെയ്യരുത്. എത്ര പെട്ടെന്ന് ഫസ്റ്റ് ഹാഫ് ഇതുവരെ പ്രതീക്ഷിച്ചതിൻ്റെ അത്ര നന്നായി എത്തിയെന്ന് പറയാം. രാജുവേട്ടൻ ശരിക്കും വന്ന ആ ക്യാരക്ടറിൽ ശരിക്കും ജീവിച്ചു പോകുന്ന അമ്മാതിരി കിടിലൻ പെർഫോമൻസ്. അതിന് സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് പറയാം. ഇമോഷണലാണ്, പ്രത്യേകിച്ച് പറയാൻ വേണ്ട, നല്ല ഇമോഷണലാണ് ചെയ്യുന്നത് പടം. ബാക്കി സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് പറയാം. എക്സലന്റ് മൂവി, എക്സലന്റ് എന്ന് പറഞ്ഞാൽ പോലെ വെരി എക്സലന്റ് മൂവി. പൃഥ്വിരാജ് നല്ല തകർത്ത് അഭിനയിച്ച അടുത്ത നാഷണൽ അവാർഡ് പൃഥ്വിരാജിന് ഉറപ്പാണ്. അമ്മാതിരി പെർഫോമൻസ്, ഒന്നും പറയാനില്ല.